വാട്സ്ആപ്പ് യൂട്യൂബ് ഇറ്റ്സ് മീ ഡാം ബോയ്. എല്ലാവർക്കും സുഖമല്ലേ ഗൈസ്? വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കൊരു അൺബോക്സിങ് ചെയ്യാനുണ്ട് ഗൈസ്. അൺബോക്സ് ചെയ്യാം. ഗൈസ് നമുക്ക് അജിയോയിൽ നിന്ന് ഒരു പാക്കേജ് വന്നിട്ടുണ്ട്. ഞാൻ ഫ്രണ്ട് ക്യാമറ വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് തലയിരിഞ്ഞ് കാണുന്നത്. ഓക്കെ, അജിയോയിൽ നിന്ന് നമുക്കൊരു പാക്കേജ് വന്നിട്ടുണ്ട്. പറച്ചിൽ കേട്ടാത്തൊന്നും അവർ ഫ്രീ ആയിട്ട് അയച്ചു തന്നെയാണ്. അല്ല, ഇത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയ സാധനമാണ് കേട്ടോ, അല്ലാതെ ഫ്രീ ആയിട്ട് കിട്ടിയതല്ല. നമുക്കിത് അൺബോക്സ് ചെയ്യാം. യെസ്, ഞാൻ പുതിയ ഷൂ വാങ്ങി ഗൈസ്. കോൺവേഴ്സിൻ്റെ എവിടെ പേരെന്തായിരുന്നു? പേര് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഒരു മിനിറ്റ്, ഫോണിനകത്ത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. കോൺവേഴ്സിൻ്റെ ചക്ക് ടൈലർ ഓൾ സ്റ്റാർ മാർക്കറ്റ് എസെൻഷ്യൽസ്. കോൺവേഴ്സിൻ്റെ ഒഫീഷ്യൽ സൈറ്റാണ്. കോൺവേഴ്സിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ പേര് കൊടുത്തിട്ടുണ്ട്. അജിയോയിലും ഇതല്ല പേര്, വേറെന്തോ ആണ് അവർ പേര് കൊടുത്തേക്കുന്നത്. ചക്ക് ടൈലർ ഓൾ സ്റ്റാർ മാർക്കറ്റ് എസെൻഷ്യൽ ആംഗിൾ ഷൂ ആണ് ഞാൻ വാങ്ങിയത്. ഷൂ കാണിച്ചു തരാം. എനിക്ക് ഈ അജിയോയുടെ കൊറിയർ അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഇത് കണ്ടോ, ഈ ബോക്സ് മൊത്തം ചാളിക്ക് നാശാക്കി. അതിനൊക്കെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കൊറിയർ വരുമ്പോൾ ഈ കവർ കൂടാതെ എക്സ്ട്രാ ഒരു കാർഡ്ബോർഡ് ബോക്സ് വെച്ച് ഈ പെട്ടി മൂടാറുണ്ട്. അത് അങ്ങനെ ഉള്ളത് കൊണ്ട് ഷൂവിൻ്റെ ഒറിജിനൽ ബോക്സ് ഇതുപോലെ ഡാമേജ് ആവാതെ നമുക്ക് കിട്ടും. ഇത് ചുമ്മാ ഇത് ഒരു കവറിനകത്താക്കിയിട്ട് ഫുള്ളി ചാളിങ്ങി. ഞാൻ എൻ്റെ മുമ്പ് മേടിച്ച രണ്ട് പ്യൂമ വാങ്ങിയിട്ടുണ്ട്. ഒരു പ്യൂമ RSXും പിന്നൊരു പ്യൂമയുടെ ഏതായിരുന്നു പേര് മറന്നു. രണ്ട് പ്യൂമ ഞാൻ വാങ്ങിയിട്ടുണ്ട്. രണ്ടിൻ്റെ ബോക്സ് ഒരു ഡാമേജ് ഇല്ലാതെയാണ് എനിക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് കിട്ടിയത്. അത് ഞാൻ അതുപോലെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് എൻ്റെ പെട്ടി സൂക്ഷിച്ച് വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതും അങ്ങനെ സൂക്ഷിച്ച് വെക്കാമെന്ന് വിചാരിച്ചാണ്. ബട്ട് നോക്കൂ ഗൈസ്, ഫുള്ള് ചളിക്ക് നാശമാക്കിയിട്ടുണ്ട്. ഇതുണ്ടോ? ഓക്കെ, എന്തായാലും പോട്ടെ, നമുക്ക് ഷൂ അൺബോക്സ് ചെയ്യാം. നിങ്ങൾ തന്നെ ആദ്യം കണ്ടോ. കണ്ടിട്ട് എങ്ങനെയുണ്ട്? നല്ല ഫ്രൂട്ട്സ് കട തുറന്ന പോലെ ഇല്ലേ? നൈസ്. പുറത്തെടുക്കാം. ടടാ, വാട്ട് ഈസ് ദിസ്? ഇത് ബില്ലാണ് ഗൈസ്. അതൊക്കെ സൈഡിലിരുന്നോട്ടെ. നമുക്ക് നമ്മുടെ ഷൂ എടുത്ത് ഭംഗി ആസ്വദിക്കാം. മോനെ, നോക്ക് സാധനം എങ്ങനെയുണ്ട്. ആദ്യം നമുക്കിതിൻ്റെ ഭംഗി ആസ്വദിക്കാം. നല്ല പച്ചക്കറിക്കട തുറന്ന പോലെ ഉണ്ട്. ഇത് തക്കാളി, മുന്തിരിങ്ങ, ഓറഞ്ച്, നാരങ്ങ തുടങ്ങി പല സാധനങ്ങൾ ഷൂയിലുണ്ട്. ഇത് കണ്ടിട്ട് നല്ല ഭംഗിയുണ്ടല്ലേ, നല്ല രസമില്ലേ കാണാൻ. പക്ഷേ ഇത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇത് ഇവന്മാർ 7 വരെ ഇറക്കുന്നുള്ളൂ. ഇതിൻ്റെ 4 ആണോ 5 ആണോ 4 or 5 തൊട്ട് 7 വരെ ഇവന്മാർ ഇതിന് ഈ ഷൂ ഇറക്കുന്നുള്ളൂ. അതിന് മേപ്പോട്ടില്ല. സാധാരണ ഞാൻ ഷൂ എടുക്കുന്നത് 8 ആണ്. ഞാൻ ഷൂവിൻ്റെ സൈസ് ഞാൻ നോർമലി എടുക്കുന്നത്. 7 വരെ ഉണ്ടെന്ന് കണ്ടപ്പോൾ ഞാൻ കരുതി ഇത് ഭയങ്കര ടൈറ്റായി പോകും എന്നൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. ഞാൻ ചക്ക് ടൈലർ ഉള്ള 1-2 ഫ്രണ്ട്സിനെ വിളിച്ച് ഞാൻ ചോദിച്ചു. അവരും പറഞ്ഞത് 7.5 ഒക്കെ ആയിരിക്കും നല്ല കംഫർട്ടബിൾ, 7 നോക്കണ്ട എന്നൊക്കെ പറഞ്ഞു. ദെൻ ഞാൻ എൻ്റെ കാലിൻ്റെ അളവെടുത്ത് നോക്കി. ദാറ്റ് വാസ് 25.5 സെൻറ്റിമീറ്റർ. ആൻഡ് അവരുടെ സൈറ്റിൽ പറയുന്നത് 25.5 ആണ് നിങ്ങളുടെ കാലിൻ്റെ അളവ് എങ്കിൽ യു ക്യാൻ ഗോ ഫോർ 7 എന്നാണ് അവർ പറഞ്ഞത്. 7 ഇഞ്ച് ഷൂവിൽ പോവാം, നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര വിശ്വസിച്ച് ഇത് എടുത്തത്. പക്ഷേ ഫസ്റ്റ് ലുക്കിൽ ഇത് ഭയങ്കര ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നത്. നോക്ക്, ഭയങ്കര ചെറുതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കയ്യിലൊക്കെ ഇരിക്കുമ്പോൾ. എനിവേ നമുക്കിത് ഇട്ട് നോക്കാം. പിന്നെ ഞാനിത് വാങ്ങിയത് പുറത്ത് പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടല്ല. ഞാനിത് എൻ്റെ ജിം ഷൂ ആയിട്ട് ചൂസ് ചെയ്തതാണ്. ജിമ്മിലേക്ക് വർക്കൗട്ട് ഷൂ ആയിട്ടാണ് ഞാനിത് ഓർഡർ ചെയ്തത്. ജിമ്മിൽ വെയിറ്റ് ലിഫ്റ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ബെസ്റ്റ് ഓപ്ഷനാണ് കോൺവേഴ്സ്, വാൻസ് ആൻഡ് നൈക്കിയുടെ ഇതുപോലത്തെ ഫ്ലാറ്റ് ഹാർഡ് ബോട്ടം ഉള്ള ഏത് ഷൂവും ജിമ്മിൽ ലിഫ്റ്റിങ്ങിന് വളരെ സെറ്റാണ്. സാധാരണ നമ്മൾ കണ്ടുവരുന്നൊരു മിസ്റ്റേക്കാണ് ആൾക്കാർ ജിം ഷൂസ് എന്ന് പറയുമ്പോൾ ഈ റണ്ണിങ് ഷൂസ് അതുപോലത്തെ സോഫ്റ്റ് സോളുള്ള ഷൂസ് ചൂസ് ചെയ്തിട്ട് ജിമ്മിൽ വർക്കൗട്ട് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ വരുന്നത്. ഓടുമ്പോൾ ഹാർഡായിട്ടുള്ള ഇതാണെങ്കിൽ ഭയങ്കര ഇമ്പാക്റ്റ് വരും. സോ ഓടുമ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ സോഫ്റ്റ് ബോട്ടമുള്ള ഇങ്ങനെ കുഷ്യനായിട്ടുള്ള സാധനമാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്. ബട്ട് ലിഫ്റ്റിങ്ങിൻ്റെ കേസിൽ അതല്ല, നിങ്ങൾക്ക് നല്ല ഹാർഡായിട്ടുള്ള ഫുള്ള് ഫോഴ്സിൽ ഇങ്ങനെ കൊടുത്ത് നിൽക്കാൻ പറ്റുന്ന ഷൂ ആണ് നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങളുടെ ബാലൻസ് തെറ്റും. ഹെവി വെയിറ്റ് ഒക്കെ എടുത്ത് സ്ക്വാട്ട് ചെയ്യുമ്പോൾ റണ്ണിങ് ഷൂസ് ഒക്കെ ഇട്ടാൽ ഇങ്ങനെ വോബിളായിട്ട് ബാലൻസ് തെറ്റും. അത് നിങ്ങൾക്ക് ഇഞ്ചുറി ഒക്കെ വരാനുള്ള ഭയങ്കര സാധ്യതയുണ്ട്. സോ ഓൾവേസ് ഗോ ഫോർ ദീസ് ടൈപ്പ് ഓഫ് ഷൂസ്. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന 2 ഷൂ ആണ്. അതിലൊന്ന് ഇതും കോൺവേഴ്സ്, അല്ലെങ്കിൽ നൈക്കിയുടെ മിഡ് ബ്ലേസർ 77. സി ദിസ് വൺ. കുറച്ച് ഔട്ട് ഓഫ് ബഡ്ജറ്റ് ആണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 7,595. ഞാൻ നോക്കിയെടുത്തല്ല, ഓഫർ കാര്യങ്ങളൊന്നുമില്ല, എല്ലായിടത്തും 7,000 ആണ്. ആൻഡ് പക്ഷേ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്, ഇതിൽ കിടക്കുന്ന പ്രൈസ് സൈറ്റിലെല്ലാം ഉള്ള പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 5,500 കാണാൻ പറ്റുന്നുണ്ടോ? 5,500 ആണ് ഞാൻ നോക്കിയ. ഫ്ലിപ്കാർട്ടിൽ നോക്കി, അജിയോയിൽ നോക്കി, കോൺവേഴ്സിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നോക്കി, എല്ലായിടത്തും 5,500 ആയിരുന്നു. ബട്ട് ഞാൻ അജിയോയുടെ പുതിയൊരു അക്കൗണ്ട് എടുത്തു. അപ്പോൾ എനിക്ക് 20% എന്തോ ഓഫ് കിട്ടി. ദെൻ കാർഡ് ഓഫർ എന്തൊക്കെയോ ആയിട്ട് എനിക്ക് 1,000 rupees ഓഫ് കിട്ടി. അങ്ങനെ 4,500 rupeesന് എനിക്ക്
കോൺവേഴ്സ് കിട്ടി ഗൈസ്. ആൻഡ് നമ്മുടെ മൊമെന്റ് ഓഫ് ട്രൂത്ത്, ഈ 7 ഇഞ്ച് സാധനം എനിക്ക് കാലിൽ എങ്ങനെ ഉണ്ടാകും നോക്കട്ടെ. വേഗം ഇതിട്ടിട്ട് കംഫർട്ട് ആണെങ്കിൽ നമുക്ക് നേരെ ജിമ്മിലേക്ക് കൊണ്ടുപോകാം. ജിമ്മിൽ പോയിട്ട് നമുക്ക് ജിമ്മിൽ ലിഫ്റ്റ്. ഇന്ന് ലെഗ് ഡേ ആണ്. ഇതിന്റെ പെർഫോമൻസ് ചെക്ക് ചെയ്യാൻ ബെസ്റ്റ് ദിവസമാണ് ഇന്ന്. കാരണം ഇന്ന് ലെഗ് ഡേ ആണ് ഗൈസ്. ഡോണ്ട് മൈൻഡ് മീ. ഞാനിവിടെ സ്റ്റൗവിൻ്റെ അടുത്തിരുന്ന് ഷൂസ് ഇടുന്നതിൽ ആരും തെറ്റിദ്ധരിക്കരുത്. പുതിയ ഷൂ അല്ലേ, ഇതിൽ അഴുക്കൊന്നുമില്ല ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരുന്നിടുന്നത് കേട്ടോ. ഐ റിയലി ലൈക്ക് ഇത്. അമ്മേ തലയിടിച്ച് ഈ ഷൂ. ഐ ഹോപ്പ് ഇത് റിയലി എനിക്ക് ഫിറ്റ് ആകും എന്ന്. എനിക്കിത് തിരിച്ചയക്കണ്ട. യെസ്, ഒരെണ്ണം ഇട്ടു. മോനെ ഇത് സീനൊന്നും ഇല്ലല്ലോ. ഇത് നല്ല പൂക്കളം ഇട്ട പോലെ ഉണ്ട്. ഇവിടെ സീനില്ല. ഞാൻ വിചാരിച്ചത് അറ്റത്ത് വൻ സീനാകുമെന്നാണ്. വിട്ട് കുറച്ച് കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ ഇവിടെ. ബട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഭയന്നിരുന്നത് എൻ്റെ ഇവിടെ ഫ്രണ്ടിൽ ടോസ് സീനാകുമെന്നാണ് ഞാൻ ഭയന്നിരുന്നത്. ഭാഗ്യവശാൽ അത് സീനില്ല. സൈഡിലത്തെ വീതി കുറച്ച് കുറവുള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. മേ ബി ഞാൻ അത്ര 8 സഡനായിട്ട് 7 സ്വിച്ച് ചെയ്തപ്പോൾ ഉള്ള ആ ഒരു ഡിസ്കംഫർട്ട് ആയിരിക്കും. എനിവേ നമുക്ക് നേരെ ജിമ്മിലേക്ക് പോയിട്ട് എന്ത് ചെയ്യാം, റിയൽ ലൈഫ് ടെസ്റ്റ് നടത്താം. ആദ്യമായിട്ട് ഇട്ട എക്സ്പീരിയൻസ്, ഇറ്റ്സ് ക്വൈറ്റ് കംഫർട്ടബിൾ. ഇനി നമുക്ക് അവിടെ പോയി ലിഫ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് എന്തായാലും നേരെ ജിമ്മിലേക്ക് പോകാം. എനിക്ക് തോന്നുന്നില്ല ഞാൻ തിരിച്ചു കൊടുക്കുന്നു. ഐ റിയലി ലൈക്ഡ് ഇറ്റ്. നൈസ്, നമുക്ക് നേരെ ജിമ്മിലേക്ക് പോകാം ഗൈസ്. ഇന്ന് പോയിട്ട് നേരെ ലെഗ് ഡേ ചെയ്യാം. സോ ഗൈസ്, അന്ന് വാമപ്പ് എല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ ഫേവറേറ്റ് എക്സസൈസ് ആയിട്ടുള്ള പെൻഡുലം സ്ക്വാട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ 10 കിലോ കെറ്റിൽ ബെൽ എടുത്തിട്ട് ബൾഗേറിയൻ സ്പ്ലിറ്റ് സ്ക്വാട്ട് ചെയ്തു. എൻ്റെ ഫേവറേറ്റ് എക്സസൈസ് ആണ്. അതിനുശേഷം സീറ്റഡ് ലെഗ് എക്സ്റ്റൻഷനും ചെയ്തു. സോ ഗൈസ്, അന്ന് ഷൂ വാങ്ങിയ ദിവസം എനിക്ക് 3 വർക്കൗട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ തൊട്ട് തലേ ദിവസമാണ് ഞാൻ 5 കിലോമീറ്റർ ഓടിയിരുന്നു. അത് കാരണം എൻ്റെ കാലിൻ്റെ ആംഗിളിന് ഭയങ്കര പെയിൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് കാഫ് റൈസും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ബട്ട് ഷൂ മേടിച്ചിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി. അതിനുശേഷം ഇന്നലെ വീണ്ടും ഞാൻ ലെഗ് ഡേ ചെയ്തു. അതെനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഷൂട്ട് ചെയ്യാത്തതിൽ എനിക്ക് വളരെ വിഷമമുണ്ട്. കാരണം ഞാൻ നമ്മുടെ പുതിയ ഷൂ ഇട്ടിട്ട് 100 kg ഫ്രീ സ്ക്വാട്ട് ചെയ്തു. സർജറിക്ക് ശേഷം ആദ്യമായിട്ട് അടിച്ചാൽ അത്രയും വെയിറ്റ് എടുത്ത് എനിക്ക് വളരെ സന്തോഷമായി. നല്ല രീതിക്ക് ചെയ്യാൻ പറ്റി. 100 kg ബാർബിൾ സ്ക്വാട്ട് വിത്തൗട്ട് സപ്പോർട്ട്, കാരണം സപ്പോർട്ടൊന്നും ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റി. വളരെയധികം സന്തോഷം. ആൻഡ് നമ്മുടെ ഷൂ സൂപ്പർ സാധനം. അതിട്ട് വർക്കൗട്ട് ചെയ്യാൻ നല്ല സുഖമുണ്ട്. നന്നായിട്ട് ഫിറ്റ് ആവുന്നുണ്ട്. പിന്നെ എനിക്ക് ആകെ പറയാനുള്ളത്, കാലിന് വീതി കൂടുതലുണ്ടെങ്കിൽ ഷൂ എടുക്കാതിരിക്കുക. എനിക്ക് വീതി അഡ്ജസ്റ്റ് ആയി വരാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. എനിക്കൊരു ഓക്കേർഡ് ഫീൽ ഉണ്ട്. കാരണം ഞാൻ കുറച്ച് വീതിയുള്ള ഷൂകളായിരുന്നു ഇത്ര നാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്ന് വീതി കുറഞ്ഞപ്പോൾ എനിക്കൊരു ഓക്കേർഡ് ഫീൽ ഉണ്ട്. അതുകൊണ്ട് കാലിൻ്റെ വീതി കൂടുതലുള്ളവർ ഈ ഷൂ എടുക്കാതിരിക്കുക. അത് മാത്രമേ എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളൂ. പിന്നെ ബാക്കിയെല്ലാം സെറ്റാണ്. താല്പര്യമുള്ളവർ വാങ്ങുക. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്. ഇനി എന്താ, അത്രേ ഉള്ളൂ ഗൈസ്. അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ, ബൈ.